the Lord. Hallelujah. 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 ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിന്റെ താഴ്ചയും യേശുവിന്റെ താഴ്ചയും ഹർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. നന്ദിയുള്ള ഹൃദയത്തോടെ എന്ന് പറഞ്ഞ് വാഴ്ത്തുന്നു വാഴ്ത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളെ വാഴ്ത്തുന്നു, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളെ വാഴ്ത്തുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ താഴ്ചയും യേശുവിന്റെ താഴ്ചയും യേശുവിന്റെ താഴ്ചയും. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. യേശുവിന്റെ താഴ്ചയും യേശുവിന്റെ താഴ്ചയും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ താഴ്ചയും യേശുവിന്റെ താഴ്ചയും. നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ അവിടുത്തെ സാന്നിധ്യം തൻ്റെ ജനത്തിന്മേൽ വിവിധ ഇടങ്ങളിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ഭവനങ്ങളിൽ ദൈവസന്നിധാനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെയും മേൽ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം ഇന്ന് പകൽക്കാലം ചലിക്കപ്പെടുവാൻ അവിടുത്തെ അതിൻ്റെ ശക്തിയാൽ ഇന്ന് പകൽ നമ്മെ നിറച്ചെടുക്കേണ്ടതിന് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് സമ്പൂർണ്ണമായ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. അവിടുത്തെ കൃപയും അവിടുത്തെ സാന്നിധ്യം ഒന്ന് മാത്രമാണ് നമ്മെ നിലനിർത്തുവാൻ കാരണമായിരിക്കുന്നത്. അതിൻ്റെ ശക്തിയാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ നിറച്ചെടുക്കേണ്ടതിന് എല്ലാവർക്കും അല്പച്ചുള്ള നിമിഷങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ഇടയായി തരാം. നമ്മെ നന്നായി അറിയുന്ന കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ടല്ലോ. ആ തിരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ അവിടുത്തെ അത്ഭുത വിടുതലുകൾ ഇന്ന് പകൽ നാം അനുഭവിച്ചറിയുവാൻ എല്ലാവർക്കും ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന്റെ മഹത്വം കരേറ്റുവാൻ ഇടയായി തരാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളെ വാഴ്ത്തുക, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളെ വാഴ്ത്തുക. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ പുനഃപാദാന്തം ഞങ്ങൾ കടന്നു വരുന്നു. ഇന്നേ ദിവസം തിരുമുഖത്തേക്ക് നോക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവീയ കരുണയും ദൈവീയ സാന്നിധ്യം ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അവിടുത്തെ ആത്യന്തിക ശക്തിയാ ഞങ്ങളെ ഇന്ന് പകൽ നിറച്ചെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാധ്യമത്തിലൂടെ അല്പസമയം ദൈവജനങ്ങൾ ചിന്തിപ്പാൻ പരിശുദ്ധാത്മാ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുതമായ വിടുതലുകൾ അവിടുത്തെ ആശ്വാസങ്ങളും കഴിഞ്ഞ ഒരാഴ്ചവട്ടം ഞങ്ങളായിരുന്ന ഭവനങ്ങളിൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ നടുവിൽ ഒരുമിച്ച് കൂടി വരുവാനോ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ നടുവിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങനെ മാറ്റമില്ലാത്ത സാന്നിധ്യം അനുഭവിപ്പാടിയാകണമേ. ഈ ലൈവ് ഞങ്ങളെ വീക്ഷിക്കുന്ന ഞങ്ങൾ സഭാ അംഗങ്ങളായി സ്നേഹിതന്മാരായി വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. ഈ വചന കേൾവി തന്റെ ജനത്തിന്റെ അനുഗ്രഹത്തിന്റെ കാരണമായി തരണമേ. വചനമയച്ച് ഞാൻ കുഴികളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ദൈവീയ വിടുതൽ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ അകത്തളങ്ങളിൽ അകത്തെ മനുഷ്യനുകളിൽ വ്യാപരിപ്പാൻ പരിശുദ്ധാത്മാവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ യാതൊരു ബലം ഞങ്ങളുടെ സന്തോഷമാണ്. അവിടുത്തെ ശക്തി ഇന്ന് പകൽ ഞങ്ങളുടെ ജീവിതത്തിന് ആനന്ദമായി തീരുവാൻ ദൈവ സാന്നിധ്യം അനുഭവിക്കത്തക്കവണ്ണം കാരണമായി തീരുവാൻ ഞങ്ങളെ തന്നെ മുറ്റുമായി സമർപ്പിക്കുന്ന നാഥ തിരുമാമേ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വിരിക്കണമേ. ഞങ്ങളായിരിക്കുന്ന പട്ടണങ്ങൾ, ദേശങ്ങൾ, രാജ്യങ്ങൾ ഞങ്ങളുടെ തിരു സാന്നിധ്യം ഇന്ന് പകൽ ഞങ്ങളെ മേൽ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഈ ദിവസം വിവിധങ്ങളാകുന്ന ഭാരത്തോടെ മനോവ്യതകളോടുകൂടി ദൈവസനെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ അനവധി വ്യക്തി ജീവിതങ്ങളുണ്ടല്ലോ. നിന്റെ ജനത്തിന് ആശ്വാസവും വിടുതലുകളും ദൈവാത്മാവ് നൽകണമേ. അവിടുത്തെ സാന്നിധ്യം നിന്നാൽ നിന്റെ ജനത്തെ അലങ്കരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അത്യന്ത ശക്തിയായ ഞങ്ങളെ നിറച്ചെടുക്കും. സമസ്ത വിശ്വ ദൈവസനെ ഏൽപ്പിക്കുന്നു. സകലമാന മഹത്വം യേശു കർത്താവിന്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് ചേർന്ന് പാടി ദൈവത്തിന് ആരാധന കഴിപ്പാൻ ഇടയായി തരട്ടെ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ സഞ്ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ. ഈ പാട്ട് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ സഞ്ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ സഞ്ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ. ഘോഷയാത്രയാണിത് ഞാൻ നടപ്പത്,
കാഴ്ചയാലയല്ല വിശ്വാസത്താലെ ഞാൻ മോശയാത്രയാണിത് ഞാൻ നടപ്പത്. കാഴ്ചയാലയല്ല വിശ്വാസത്താലയാ വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷാവേ കൈകൾ താങ്ങിടൂ. വീഴ്ചകൾ കാഴ്ചകൾ വന്നിടൂ വേളയിൽ രക്ഷാവേ കൈകൾ താങ്ങിടൂ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഓ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഓ ലോകമേതും യോഗ്യോ അല്ലെനിക്കതാ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ഓ ലോകമേതും യോഗ്യോ അല്ലെനിക്കതാ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാദനോ മുൾമുടി നൽകിയ ലോകമേ നീതരോ വേദനയ്ക്കെന്തിനാ. നാദനോ മുൾമുടി നൽകിയ ലോകമേ നീതരോ വേദനയ്ക്കെന്തിനാ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ആമേൻ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഓ സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലോ നിൽക്കുന്നായിരങ്ങൾ ആകെയാലെ ഞാൻ. ഓ സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലോ നിൽക്കുന്നായിരങ്ങൾ. ഓ ഭാരവോ പാപവോ വിട്ടു ഞാൻ ഓടുമോ. ഓ നേരവോ യേശുവേ നോക്കിടൂ. ഭാരവോ പാപവോ വിട്ടു ഞാൻ ഓടുക. ഓ നേരവേ ഹല്ലേലൂയ. ആമേൻ ആമേൻ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഓ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഓ എന്നെ നേടുന്ന സന്തോഷമോർത്തടാ നിന്നകൾ സഹിച്ചു മരിച്ച. ഓ എന്നെ നേടുന്ന സന്തോഷമോർത്തടാ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ ധ്യാനിച്ചു മാനിച്ചു സേവിച്ചു പോകയിൽ. ഓ ക്ഷീണമെന്നറിയില്ല ഞാൻ ധ്യാനിച്ചു മാനിച്ചു സേവിച്ചു പോകയിൽ. ക്ഷീണമെന്നറിയില്ല ഞാൻ. ആമേൻ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ആമേൻ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഗോപാല ശിക്ഷ നൽകുമെന്നപ്പനെങ്കിലോ ഓ ചേരുന്ന സ്നേഹം കുറഞ്ഞു പോയിട. ആമേ ബാല ശിക്ഷ നൽകുമെന്നപ്പനെങ്കിലോ ചേരുന്ന സ്നേഹം കുറഞ്ഞു പോയിട. നന്മയെ തൻകാലോ നൽകുമേ ഈശന് എന്മാരോ വിശ്രമോ നേരിടൂ. ആമേ നന്മയെ തൻകാലോ നൽകുമേ ഈശന് എന്മാരോ വിശ്രമോ നേരിടോ. ആമേ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ആമേ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു
കുരിശിന്റെ പാതയിൽ ആമേ സിയോൻ ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു. കുരിശിന്റെ പാതയിൽ ആമേ സിയോൻ ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു. കുരിശിന്റെ പാതയിൽ ആമേ സിയോൻ ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു. കുരിശിന്റെ പാതയിൽ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് സമ്പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ പകൽ ദൈവസന്നിധാനത്തിൽ അല്പസമയം വചനത്തിലേക്കായി നാം ആയിരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിപ്പാൻ എല്ലാവർക്കും വളരെ ഏകാഗ്രതയോടെ അതാത് ഭവനങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ പട്ടണങ്ങളിൽ ഞങ്ങൾ വീക്ഷിക്കുന്ന ദൈവസന്നിധാനത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ഏകാഗ്രതയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാനിടയായി തരട്ടെ. അവിടുത്തെ തിരുനാമം ഇന്ന് പകൽ നമ്മളോട് മഹത്വപ്പെടുവാൻ, തിരു സാന്നിധ്യം ഇന്ന് പകൽ നാം അനുഭവിച്ചറിയുവാൻ എല്ലാ ഹൃദയങ്ങളും ദൈവത്തിന് ഏകാഗ്രമാക്കാം. നാം ഭവനങ്ങളിലായിരിക്കുമ്പോഴും ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന ജനത്തിന് എക്കാലവും അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുവാൻ ഇടയായി തരുമല്ലോ. ഇന്ന് പകലും അവിടുത്തെ ശക്തി മഹത്വത്തോടെ മഹിമയോടെ നമ്മുടെ വ്യാപരിപ്പാൻ എല്ലാവർക്കും ദൈവസന്നിധി സ്തോത്രം ചെയ്യുക. അതിനകത്ത് 40 ചില നിമിഷങ്ങൾ എല്ലാവരും ദൈവത്തിന് മഹത്വം കരുത്തിയാട്ടെ. എല്ലാവരും ദൈവത്തിന് മഹത്വം കരുത്തിയാട്ടെ. ഹല്ലേലൂയ. ആരും മൗനമായിരിക്കാൻ ഇടയാകരുത്. ആരും മൗനമായിരിക്കാതെ അല്പം ചില നിമിഷങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അതരംഗം തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മെ നന്നായി അറിയുന്ന കർത്താവ് ഏത് സാഹചര്യങ്ങളിലൂടെ നാം വഴുതി മാറിയിരുന്നാലും അവിടെയൊക്കെ യഹോവയുടെ കരമുണ്ട്, ദൈവത്തിന്റെ കരമുണ്ടല്ലോ. പെരുവെള്ളത്തിന്റെ നടുവിൽ തിരിച്ചുള്ള നടുവിൽ അനേക ഭക്തന്മാര് വഴി നടത്തിയ കർത്താവ് ദൈവജനത്തിന്റെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിബന്ധങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ സഹായവും വിടുതലുകളും ഉണ്ടല്ലോ. ഇന്ന് പകൽ ആ ദൈവ സാന്നിധ്യവും സഹായവും വ്യക്തിപരമായി നാം അനുഭവിച്ചറിയുവാൻ എല്ലാവർക്കും അതിനെ തുറന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ആരൊക്കെ നമ്മെ അറിയുന്നതിനേക്കാൾ, ആരൊക്കെ നമ്മെ മനസ്സിലാക്കുന്നതിനേക്കാൾ നമ്മുടെ കർത്താവ് ഇന്ന് പകൽ നമ്മെ അറിയുവാനുണ്ട്, നമ്മെ മനസ്സിലാക്കുവാനുണ്ട്. ആ തിരുനാമം ഇന്ന് പകൽ നമ്മളോട് മഹത്വപ്പെടുവാൻ എല്ലാവർക്കും നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ലോകരാജ്യം മെമ്പാടും തൊട്ട് കൊട്ടാരം വരെ രോഗപീഠകളാൽ മഹാമാരിയാൽ ജനം ഭാരപ്പെടുമ്പോൾ ദൈവീയ സമാധാനം പട്ടണം തോറും രാജ്യങ്ങൾ തോറും വ്യാപരിപ്പാൻ പ്രാർത്ഥിക്കാം. ദൈവത്താൽ വിടുതലുകൾ സംഭവിക്കട്ടെ, ദൈവത്താൽ അത്ഭുതപ്പെടുത്തൽ സംഭവിക്കട്ടെ. നിയമസാധ്യതകൾ ഒരു സമയം വരെ അതിൻ്റെതായ ലോക്ക്ഡൌണിലൂടെ കടന്നു പോകാൻ കഴിയത്തുള്ളൂ. എന്നാൽ പിന്നീട് എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ്, ദൈവത്തിന്റെ കരം ആവശ്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസം നമ്മെ സഹായിപ്പാൻ, നമ്മുടെ രാജ്യത്തെ സഹായിപ്പാൻ, ലോകവ്യാപകമായ പട്ടണങ്ങളിൽ നിവസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ സഹായിപ്പാൻ ധാരാളം പ്രിയപ്പെട്ടവര് മാരക രോഗത്തിന് അടിമപ്പെട്ട് നിത്യനിദ്രയ്ക്ക് അകപ്പെടുമ്പോ ആയുസിന്റെ ബലമോ ആരോഗ്യത്തിന്റെ കൂടുതലോ അല്ല, നാം ആയിരിക്കുന്ന മെഡിസിന്റെ പ്രൊട്ടക്ഷനോ ഒന്നുമല്ല, ദൈവത്തിന്റെ മഹാസാന്നിധ്യമാണ്. ദൈവം നമ്മുടെ ആയുസ്സിന് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്, ആ നിമിഷം വരെ ജീവിച്ചിരിക്കേണ്ടതാകുന്നു. എന്നാൽ ഈ പ്രതിസന്ധിയുടെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേക കരുതൽ വിടുതൽ അനുഭവിപ്പാൻ നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ പുണ്യപാദാന്തി ഞങ്ങൾ കടന്നു വരുന്നു. അല്പം ചില നിമിഷങ്ങൾ വചനത്തിൽ നടുവിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ തിരുസാന്നിധ്യത്തിന് പകൽ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. തിരുനാമം ഞങ്ങളോട് മഹത്വപ്പെടുവാൻ ഇടയായി തരണമേ. എല്ലാവിധ അനുഗ്രഹങ്ങളാ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ഓൺലൈൻ ഞങ്ങൾ വീക്ഷിക്കുന്ന, ഇതിനുശേഷം വിവിധ സമയങ്ങൾ വീക്ഷിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. വചനക്കേൾവി അവരുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമാകണമേ. തിരുനാമം ഞങ്ങളോട് മഹത്വപ്പെടുവാൻ ഇടയായിത്തരണമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ അനവധി വ്യക്തി ജീവിതങ്ങൾ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിപ്പാൻ ഇടയായിത്തീർന്നല്ലോ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലെ ദൈവം ഇവിടെ അനുഭവിക്കണമേ. രോഗബാധിതരായിരിക്കും, തലമുറ ചൊല്ലി ഭാരം അനുഭവിക്കുന്നവർ, ജോലി സംബന്ധമായി ഭാരം അനുഭവിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ടല്ലോ. നിന്റെ ജനത്തിൽ ഇന്ന് പകൽക്കാല ആശ്വാസം വിടുതലുകൾ നിന്റെ ജനത്തിന്മേൽ കൈമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യമോഹത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവരുടെ അവസ്ഥകൾ അറിഞ്ഞ് ദൈവം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അല്പസമയം മാധ്യമത്തിലൂടെ വചനം സംസാരിക്കുമ്പോൾ അവയെ കേൾക്കുന്ന ജനത്തിന് അനുഗ്രഹമായി തിരുവാനിടയായി തരും. സമസ്ത വിഷയം ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവഭാഗിയായിരിക്കാം. ഇന്ന് പകൽക്കാലത്തെ സങ്കീർത്തന ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ചെറിയ സങ്കീർത്തനം 133-ാം സങ്കീർത്തനമാണ്. എല്ലാവർക്കും സുപരിചിതമായ സങ്കീർത്തനം 133-ാം സങ്കീർത്തനം. ആദ്യമേ ആ ഭാഗം വായിക്കുന്നു. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നതും എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അകലോന്റെ താടിയിലേക്ക് തന്നെ
ഒഴുകുന്നതായി. അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹർമോന്യ മഞ്ഞ് പോലെയുമാകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് വായിക്കുവാൻ ഇടയായിത്തീർന്നത്. ഈ ലൈവിൽ ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിട്ടുപിരിയാത്ത ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ഒരുമിച്ച് ആത്മീയ കൂട്ടായ്മയിൽ കടന്നു വരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിന് നടുവിലാണ് നാം ആയിരിക്കുന്ന. സഭകളിൽ കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. എന്നാൽ ഇങ്ങനെയുള്ള മാധ്യമത്തിലൂടെ നിരന്തരമായ ദൈവത്തിന്റെ വചനം നാം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹത്തിനും ആത്മീയ വിടുതലിനും കാരണമായി തീരുവാൻ ദൈവത്തിനെ സമർപ്പിപ്പാൻ ഇടയായി തീരട്ടെ. കൂടാതെ വചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് ദൈവജന ശുശ്രൂഷയുമുണ്ട്. സങ്കീർത്തനത്തിന് അധികം സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 133 സങ്കീർത്തനം നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവീയ കൂട്ടായ്മയുടെ ബന്ധം, ഐക്യത, ഏക മനസ്സിന്റെ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു സങ്കീർത്തനം അത്രേ 133 സങ്കീർത്തനം. അതിന് 2 ദൃഷ്ടാന്തങ്ങളാണ് അവിടെ സങ്കീർത്തനകാരൻ ദാവീദ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, യഹൂദന്മാരുടെ അന്നത്തെ ആചാരാനുഷ്ഠാനങ്ങളോട് ബന്ധപ്പെട്ടും 2 ഭൗതിക പ്രകൃതിയോട് ബന്ധപ്പെട്ടും പാലസ്തീന്റെ കാലാവസ്ഥാ പ്രകൃതിയോട് ബന്ധപ്പെട്ടും രേഖപ്പെടുത്തിയിരിക്കുന്ന 2 ദൃഷ്ടാന്തങ്ങളാണ് ദൈവീയ കൂട്ടായ്മയും ഐക്യതയോട് ബന്ധത്തിൽ ഇവിടെ പ്രതിപാദിക്കുവാൻ തെരഞ്ഞെടുക്കുവാൻ ഇടയായിട്ടുള്ളത്. 133 സങ്കീർത്തനം അനവധി വ്യക്തികളുടെ അഭിപ്രായം അനുസരിച്ച് യഹൂദ ഇസ്രായേൽ ജനം ഒരുമിച്ച് അവർ രാജാവിനെ ഒറ്റക്കെട്ടായി തീരുമാനിക്കുവാൻ ഒരുമിച്ച് കൂടി വന്ന സന്ദർഭങ്ങളിൽ, രാജാവിനെ വാഴിപ്പാൻ അവർ തെരഞ്ഞെടുത്ത സമയങ്ങളിൽ അവരുടെ കൂട്ടായ്മ ബന്ധത്തെ ദൃഢമാക്കുവാൻ പാടിയ ഒരു പാട്ടാണെന്നും അതുപോലെ തന്നെ ഭാവി പ്രത്യാശയിലേക്ക് കർത്താവിന്റെ വരവിനോട് ബന്ധത്തിൽ ദൈവജനത്തിന്റെ ഐക്യതയുടെ അനുഭവങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു സങ്കീർത്തനമാണെന്നും വിവിധങ്ങളായ നിലപാടിന്റെ അഭിപ്രായങ്ങളുണ്ട്. എന്നിരുന്നാലും ഇതിന്റെ ഉള്ളടക്കം നാം പരിശോധിക്കുമ്പോൾ കൂട്ടായ്മ ബന്ധത്തിന്റെ ആഴം എന്തെന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരംഭത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പദം ഇതാ എന്നൊരു പദമാണ്. ഇപ്പൊ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഹോദരന്മാരുടെ ഐക്യതയുടെ അനുഭവത്തെ മുമ്പിൽ കണ്ടിട്ട്, ഒരു പക്ഷേ ആത്മാവിൽ കണ്ടിട്ട് വിളിച്ചു കാട്ടുക, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ദൈവ സന്നിധാനത്തിൽ ഐക്യതാ ബന്ധത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കൂട്ടായ്മ എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടായ്മയല്ല. അതിനപ്പുറത്ത് ആത്മാവിന്റെ ഐക്യതയാണ്. ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിലും ആത്മാവിന്റെ ഐക്യത ഇല്ല എങ്കിൽ അവിടെ ഒരു വിടുതലും നടക്കത്തില്ല. ഒരു ലോഡ്ജിൽ വിവിധ റൂമുകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ പരസ്പരം ബന്ധമില്ലാത്തതുപോലെ അല്ല ആത്മാവിന്റെ ഐക്യത. ആത്മാവിന്റെ ഐക്യത അത് സമാധാന ബന്ധത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതാകുന്നു എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ദൈവജനം ഒരുമിച്ച് കൂടി വരുന്ന സാഹചര്യത്തിൽ അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഐക്യതയുണ്ട്. അവിടെയാണ് വിടുതൽ സംഭവിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ശത്രു തകർക്കുവാൻ നോക്കിയതും ഈ ആത്മാവിന്റെ ഐക്യതയായിരുന്നു. അവരെന്ന് ആത്മാവിന്റെ ഐക്യതയിൽ ഏക മനസ്സോടെ എന്ന് ഒരുമിച്ച് കൂടിയോ, ഹൃദയങ്ങൾ തമ്മിൽ യോജിപ്പാനിടയായിട്ടുന്നവോ, സാഹചര്യങ്ങളെ കുലുക്കുമാർ, പ്രതിസന്ധിയെ കുലുക്കുമാറുള്ള അത്ഭുത വിടുതലുകൾ അവരുടെ നടുവിലേക്ക് അയപ്പാനിടയായിട്ടുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് കൂടിയപ്പോൾ, ഏക മനസ്സോടെ ഐക്യമത്യപ്പെട്ട് ഒരുമിച്ച് കൂടിയപ്പോൾ ഇരുന്ന സ്ഥലം കുലുങ്ങി. വിഷയങ്ങളെ കുലുക്കുമാറാക്കുന്ന വിടുതലുകൾ അവരെ കൊണ്ടെത്തിച്ചത് 1-ാം നൂറ്റാണ്ടിൽ ഐക്യതയും ഏക മനസ്സുമായിരുന്നു. അങ്ങനെയെങ്കിൽ എവിടെ ഐക്യതയും ഏക മനസ്സും എവിടെയുണ്ടോ, ഏത് സഭയിലുണ്ടോ, കുടുംബങ്ങളുണ്ടോ, വ്യക്തിജീവിതമുണ്ടോ, സമൂഹത്തിലുണ്ടോ, അവിടെ ദൈവീയ വിടുതലുകൾ സംഭവിക്കാനിടയായിത്തീരും. ഇവിടെ ആത്മാവിന്റെ ഐക്യതയെ പറ്റിയാണ് 133-ാം സങ്കീർത്തനത്തിൽ
ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, അന്നിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ തിരിച്ചറിഞ്ഞുള്ള ഒരു ദൃഷ്ടാന്തം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഐക്യത അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്കും അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും അഹരോന്റെ തലമേൽ ഒഴിക്കപ്പെട്ടിരിക്കുന്ന വിശേഷ തൈലം പോലെയാണ് ആത്മാവിന്റെ ഐക്യത എന്ന് ഒരു ദൃഷ്ടാന്തമായി ഇവിടെ ദാവീദ് പറയുവാൻ ഇടയാകുന്നത്. എന്താണ് അഹരോന്റെ തലമേൽ ഒഴിക്കപ്പെട്ടിരിക്കുന്ന അഭിഷേക തൈലത്തിന്റെ പ്രത്യേകത? അത് തലമേൽ ഒഴിക്കപ്പെട്ടാൽ അത് അഹരോന്റെ താടിയിൽ നിന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളിവിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നതാണ്. ഉയർച്ചയിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നതാണ്. ഒത്തിരി ആത്മീയ അർത്ഥങ്ങളുണ്ട്. ഉന്നതന്നില്ല, താഴ്ന്നവന്നില്ല, സമൂഹത്തിന്റെ നാനാ തുറകളുള്ള വ്യക്തികളിലേക്ക് ഒഴുകുന്നതാണ് ആത്മാവിന്റെ ഐക്യത. ആ സുഗന്ധ തൈലത്തിന്റെ പ്രത്യേകത, അഭിഷേക തൈലത്തിന്റെ പ്രത്യേകത, അതിൽ സുഗന്ധമുണ്ട്, സൗരഭ്യമുണ്ട്. ആത്മാവിന്റെ ഐക്യത ഉള്ളിടത്ത് ആത്മാവിന്റെ സൗരഭ്യമുണ്ട്. എന്നാൽ പലപ്പോഴും ആത്മാവിന്റെ ഐക്യത ഉള്ളിടത്ത് സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യമൊക്കെ വായിക്കുമ്പോ തൈലക്കാരന്റെ തൈലത്തെ നാറുമാറാക്കുന്ന ഈച്ച, ചത്ത ഈച്ച. അങ്ങനെയെങ്കിൽ ചത്ത ഈച്ച ആത്മീയ സൗരഭ്യത്തെ, ആത്മീയ സുഗന്ധത്തെ നഷ്ടമാക്കുന്ന, ഐക്യത നഷ്ടമാക്കുന്ന ചില കീടങ്ങൾ ഉണ്ടാകാം ആത്മീയ ഐക്യതയ്ക്കെതിരെ. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇത് സുഗന്ധം വരുത്തുന്ന, ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് പകരുന്ന, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്ന അഭിഷേക തൈലം. പരിനിമ കാലഘട്ടം നാം പരിശോധിക്കുമ്പോ പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 22-ാം വാക്യം നാം പരിശോധിക്കുമ്പോ മോശയോട് ദൈവം കൽപ്പിക്കുന്നു. അഭിഷേക തൈലം ഉണ്ടാക്കുവാനുള്ള വിധം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ രേഖപ്പെടുത്തിയ പ്രകാരമാണ് യഹോവ മോശയോട് കൽപ്പിച്ചെന്നാൽ മേൽത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞ മോരും അതിൽ പാതി 250 ശേക്കൽ സുഗന്ധ ലവംഗവും 500 ശേക്കൽ വൈനത്തൊലിയും ഒരു ഹീൻ ഒരുവനെയും എടുത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. വിശുദ്ധ ആലയത്തിന്റെ തൂക്കപ്രകാരം ഏകദേശം 5 വസ്തുതകൾ എടുത്താണ് ഈ അഭിഷേക തൈലം പഴയ നിയമത്തിലുണ്ട് സൃഷ്ടിപ്പാനിടയായിട്ടുള്ളത്. തൈലവിധി പ്രകാരം അത് ഒരുക്കിയെടുക്കുന്നതാണ്. അതിനെല്ലാം പ്രത്യേക അളവുകളുണ്ട്, പ്രത്യേക തൂക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 22 മുതൽ വാക്യത്തിൽ നമുക്ക് കാണപ്പെടുവാൻ കഴിയുന്നു. പക്ഷേ വ്യത്യസ്ത നിറത്തിലുള്ള ഈ വസ്തുതകൾ സുഗന്ധ ലവംഗവും 500 ശേക്കൽ മൂരും വൈനത്തൊലിയും ഒലിവനെയൊക്കെ വ്യത്യസ്ത നിറമുള്ളതാണ്. പക്ഷെ ഇതെല്ലാം ഇടിച്ചെടുക്കുമ്പോൾ അവിടെ നിറമില്ല, ഒറ്റ നിറമാണ്. അങ്ങനെയൊക്കെ ഒരു ആത്മീയ ദൂത് ഞാൻ വിളിച്ചു പറയാം. ഈ അഭിഷേക തൈലം പല നിറത്തിലും തൂക്കത്തിലുള്ള അഭിഷേക തൈലം ചക്കിൽ വന്ന് ഇടിച്ചെടുക്കുമ്പോൾ ഒറ്റ നിറമായിരിക്കും. ആത്മാവിന്റെ ഐക്യത ഒരു വ്യക്തിയിൽ കടന്നു വന്നാൽ ഭാവവ്യത്യാസങ്ങളില്ല, നിറവ്യത്യാസമില്ല. ഒറ്റ നിറം പോലെ അഭിഷേക തൈലം നിൽക്കുന്നത് പോലെ ഇരിക്കുന്നത് പോലെ ആത്മാവിന്റെ ബന്ധം ഭേദാഭേദങ്ങളെ, വിവിധ നിലവാരങ്ങളുള്ള ചിന്താഗതികളെ മാറ്റിമറിക്കുന്നതാണ് ആത്മാവിന്റെ ഐക്യത. അങ്ങനെയെങ്കിൽ ഇത് ഉയർച്ചയിൽ നിന്ന് താഴേക്കൊഴുകുന്ന, അഹരോന്റെ തലയിൽ നിന്ന് താഴേക്കൊഴുകുന്ന ഈ അഭിഷേക തൈലം പോലെയാണ്. ഒരു ഭാവനയിൽ, അലങ്കാര ഭാഷയിൽ സങ്കീർത്തനക്കാരവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവജനത്തിന്റെ ഐക്യത, സഹോദരന്മാരുടെ ഐക്യത എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. രണ്ടാമത്തെ ദൃഷ്ടാന്തം ഭൗതിക പാലസ്തീന്റെ ഒരു കാലാവസ്ഥയോട് ബന്ധപ്പെട്ട് എഴുതപ്പെട്ടിരിക്കുന്ന ദൃഷ്ടാന്തമാണ്. ആത്മാവിന്റെ ഐക്യത, സഹോദരന്മാരുടെ ഐക്യതയെ പറ്റി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3-ാം വാക്യം 133-ാം സങ്കീർത്തനം. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെയും ആകുന്നു, അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. സിയോൻ പർവ്വതത്തിൽ
പെയ്യുന്ന ഹെർമോനിയ മഞ്ഞ് പോലെ. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് രണ്ടും രണ്ട് പർവ്വതമാണെന്നുള്ളത്. എന്നാൽ ഇത് ഒറ്റ പർവ്വതമാണ്. ഇതിന്റെ പ്രത്യേകത പറയാ, ഹെർമോനിയ പർവ്വതത്തിൽ പെയ്യുന്ന മഞ്ഞിന്റെ പ്രത്യേകത, സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞ്, മുകളിൽ ആ മഞ്ഞ് നിറഞ്ഞു കിടക്കുമ്പോ അത് ഉരുകി താഴെ അടിവാരത്തിലേക്ക് ഒഴുകുന്നതായി മാറുക. അടിവാരത്തിൽ ധാരാളം കൃഷിയിടങ്ങളുണ്ട്, ഫലപുഷ്ടി നൽകുന്ന വൃക്ഷലതാദികളുണ്ട്. പക്ഷെ മുകളിൽ പെയ്തിറങ്ങുന്ന മഞ്ഞ് താഴേക്കുള്ള വരണ്ടു കിടക്കുന്ന, ഉഷ്ണകാലത്ത് വരണ്ടു കിടക്കുന്ന മേഖലയിലേക്ക് ഒഴുകിച്ചേർന്ന് അത് യോർദാനെ ഫലപുഷ്ടിയുള്ളതാക്കി മാറ്റത്തക്ക വണ്ണം ഈ ഹെർമോനിയ മഞ്ഞ് അത് പാലസ്തീനിൽ ഒരു അനുഗ്രഹമാണ്. ഇതേപോലെ ആത്മാവിന്റെ ഐക്യത ഉണ്ടെങ്കിൽ അത് ശൂന്യമായ മണ്ഡലങ്ങളിൽ നികത്തപ്പെടേണ്ട മേഖലയിൽ ആത്മാവിന്റെ ഐക്യതകൾ നികത്തുവാൻ ഇടയാകുന്നതാണ് ആത്മാവിന്റെ ഐക്യത. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞ് പോലെയും ആകുന്നു. അവിടെ പാലസ്തീനിലെ ജനം ഈ ഒരു തലത്തെയാണ് എപ്പോഴും നോക്കി നിൽക്കുന്നത്. ഹെർമോനിയ മഞ്ഞിനെ നോക്കിയാണ് അവർ കൃഷിയിടങ്ങളിലേക്ക് ഫലങ്ങൾ ഏറ്റെടുക്കുവാൻ അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കുവാൻ സാഹചര്യം നോക്കി നിൽക്കുന്നത്. ഈ മഞ്ഞിന്റെ വരവ് നോക്കിയാണ്. ആണ്ടിൽ എല്ലാ സമയവും ഈ മഞ്ഞ് പെയ്തിറങ്ങുക. അങ്ങനെയെങ്കിൽ ഒരു ആത്മീയ ദൂത് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, ആത്മാവിന്റെ ഐക്യതയ്ക്ക് ഹല്ലേലൂയ പ്രത്യേകമായ അളവ് നീന്തിരിപ്പാൻ കഴിയത്തില്ല. സകല അളവുകോലുകളെ നിരത്തുന്നതാണ് ആത്മാവിന്റെ ഐക്യത. ആ തൈലക്കൂട്ട് വ്യത്യസ്ത നിറമുള്ള തൈലക്കൂട്ട് ഒറ്റ നിറമായി തീർന്ന പോലെ ആത്മാവിന്റെ ഐക്യത ബന്ധം സമാധാന ബന്ധത്തിൽ കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ അവിടെയാണ് അടുത്ത പദപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുക. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവന് കൽപ്പിച്ചിരിക്കുന്നത്. ദൈവിക അനുഗ്രഹം എവിടെയാണ് വെളിപ്പെടുന്നത്? ആത്മാവിന്റെ ഐക്യത എവിടെയുണ്ടോ അവിടെ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നു. അവിടെയല്ലോ ശാശ്വതമായ അനുഗ്രഹം. ശാശ്വതമായ അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം ശാശ്വതമാണ്. അതിന്റെ ഭവനത്തിൽ വെളിപ്പെടുവാൻ, നിന്റെ തലമുറ വെളിപ്പെടുവാൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരൊറ്റ മാനദണ്ഡം, ദൈവത്തിന്റെ അനുഗ്രഹം ഭവനത്തിൽ വന്നു വീഴാൻ, ദൈവത്തിന്റെ അനുഗ്രഹം വ്യക്തിത്വങ്ങൾ വന്നു വീഴാൻ ഒരൊറ്റ മാനദണ്ഡം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേ, ആത്മാവിന്റെ ഐക്യത കാത്തു സൂക്ഷിപ്പാനിടയായി തീരട്ടെ. ദൈവജനം എവിടെ ഒരുമിച്ച് കൂടുമ്പോ മാത്രമല്ല ഹൃദയങ്ങളിൽ നിന്ന് വെളിപ്പെടേണ്ടതാണ് ആത്മാവിന്റെ ഐക്യത. ഒരുമിച്ച് കൂടുന്ന ജനത്തിന്റെ നടുവിൽ പലപ്പോഴും ആത്മീയ ഐക്യത ഹൃദയങ്ങളിൽ തിരിച്ചറിയാൻ കഴിയാത്ത അനുഭവങ്ങളുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരുണ്ട്. പക്ഷേ ഏക അഭിപ്രായം എവിടെ വെളിപ്പെട്ടു വരുന്നുവോ അവിടെ ശാശ്വതമായ അനുഗ്രഹവും ജീവന് കൽപ്പിച്ചാക്കുന്ന ദൈവം. ഒരു വശപാതക്കാരെ കവർന്ന ഹോമിൽ അത് 4 വ്യക്തികൾ കടന്നു വന്ന് അവനെ യേശുവിന്റെ അരികിൽ കൊണ്ടുവരുന്നതായി വിശുദ്ധ വേദപുസ്തകത്തിൽ കാണപ്പെടുവാൻ കഴിയുന്നു. എന്നാൽ ആ 4 പേരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു, ദർശനം ഒന്നായിരുന്നു, ആഗ്രഹം ഒന്നായിരുന്നു, ഇവൻ സൗഖ്യം പ്രാപിച്ച് പുറത്തു വരണമെന്നുള്ളത്. അങ്ങനെ ആത്മാവിന്റെ ഐക്യത എവിടെ വെളിപ്പെടുന്നുവോ അവിടെ അസാധാരണമായ ദൈവീയ വിടുതലുകൾ സംഭവിക്കും. അവിടെ അസാധാരണമായ ദൈവീയ പദ്ധതികൾ വെളിപ്പെട്ടു വരും. ആ സഭയ്ക്കകത്ത്, ആ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ വലിയ വിടുതൽ സംഭവിക്കുക. യായിറോസിന്റെ ഭവനത്തിൽ യേശു കർത്താവ് കടന്നു വന്നപ്പോ കരയുന്നവരും കൂമുന്നവരും പലരും അതിന്റെ അകത്തുണ്ട്. പക്ഷെ കരയുന്നവരെ കൂമുന്നവരെയൊക്കെ വെളിയിൽ കളഞ്ഞെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാറ്റി. ആമേൻ. അവർക്ക് ഈ ഭവനത്തിന്റെ അകത്തൊരു വിടുതൽ നടക്കണമെന്നുള്ള ഉള്ള ആഗ്രഹമല്ല. കാരണം സ്തോത്രം, അവർ കരയുന്നതാണ് അവരുടെ പ്രതിഫലം. എന്നാൽ അവരെ എല്ലാം അപ്പുറം കടത്തിയിട്ട് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവർ മൂവരും ആ യായിറോസിന്റെ ഭവനത്തിനകത്ത് യേശുമായി കയറി. ഭവനത്തിലുള്ള ആവശ്യബോധത്തിലുള്ളവർക്ക് അകത്ത് കയറി. ഒരു ആത്മീയ ദൂത് പറയാ, ഐക്യതയിൽ സൗമ്യത, സ്നേഹത്തിന് അപ്പോസ്തലനായ യോഹന്നാൻ ഐക്യത, യാക്കോബ് അപ്പോസ്തലൻ ഐക്യത, പത്രോസ് സൗമ്യത, ഇവരെല്ലാം അവിടെ ചേർന്ന് നിന്നപ്പോ അവിടെ വിലാപ ഭവനം ഒരു ആത്മീയ നൃത്തത്തിന്റെ ഭവനമായി തീർന്നു. അങ്ങനെ ആത്മീയ ഐക്യത എവിടെ വെളിപ്പെടുന്നുവോ അവിടെ ദൈവീയ മഹത്വം വെളിപ്പെടും. അവിടെ ശാശ്വതമായ ജീവനും അനുഗ്രഹങ്ങളും വെളിപ്പെടുവാൻ ഇടയായിത്തീരും. അങ്ങനെയൊക്കെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, ആത്മാവിന്റെ ഐക്യത കാത്തു സൂക്ഷിപ്പാൻ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് ദൈവീയ വിടുതൽ, ദൈവീയ സാന്നിധ്യം തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മാവിന്റെ ഐക്യത ഭവനാന്തരീക്ഷങ്ങളും ഭവനത്തിലും ദേശത്തിലും സഭയ്ക്കകത്ത് വെളിപ്പെടുവാൻ ഒരു പുതിയ തീരുമാനത്തോടെ ഈ ദിവസം നമുക്ക് കടന്നു പോകാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വചനം വീക്ഷിച്ച നിങ്ങൾ എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയായിരിക്കാൻ ഇടയായിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് ചേർന്ന് പാടി ദൈവത്തിന്റെ മഹത്വം കരയേറ്റുവാൻ ഇടയായിട്ടുണ്ട്. 1000 നാവുകളാൽ ആടുവാൻ
നിപതിയിലെഴുതോ ആയിരം നാവുകള അത് വാർത്തിപ്പതിലെഴുതോ 10,000 കേളോരം ചൊല്ലിടുവാൻ പാരില സാധ്യമാവോ 10,000 കേളോരം ചൊല്ലിടുവാൻ പാരില സാധ്യമാവോ ഏതതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ ഓ ഏതതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ ഓ ജീവിതത്തിൽ ആയാവീഴ്ചകൾ വന്നിട്ടുമോട്ടും നിഷേധിക്കാതെ ഓ ജീവിതത്തിൽ ആയാവീഴ്ചകൾ വന്നിട്ടുമോട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും സ്നേഹമതിശയമേ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും സ്നേഹമതിശയമേ അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ ഓ അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ ഓ ഹല്ലേലൂയ 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 തുടർന്നുള്ള സമയങ്ങൾ ദൈവത്തിന് കേൾവിക്കാൻ സമയം വേർതിരിക്കുന്നു. അല്പമേ സമയം നമ്മുടെ മുമ്പിലുള്ളല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഇപ്രകാരം ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയങ്ങൾ വേർതിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ എല്ലാവരും ദൈവസന്നിധാനത്തിലായിരിക്കാം. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം വിശുദ്ധ സഭായത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതിരിക്കുന്ന അവസരമെങ്കിലും ദൈവത്തിൻ്റെ വചനം അവിടെ ഇവിടെ ആയിരുന്ന് കേൾക്കുവാനും ശ്രദ്ധിക്കുവാനും ഓൺലൈനായിട്ട് വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രഹിക്കുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പൽക്കാലം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ഭാഗങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർക്ക് കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം രേഖപ്പെടുത്തുകയാണ്. ഒരു പ്രത്യേക പ്രതിസന്ധിയുടെ കാലയളവിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഏതാണ്ട് ഫെബ്രുവരി മാസം മുതൽ നാം ലോക്ക്ഡൗണിലായിരുന്നു. ഇപ്പോഴും ആ അവസ്ഥ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യ സ്വാതന്ത്ര്യത്തെ ഭഞ്ജിക്കുന്ന നിലയിൽ ആഗോളതലത്തിൽ ശക്തമായ നിലയിൽ ഉണ്ടായിരിക്കുന്ന രോഗബാധ ഇന്നും കെട്ടടങ്ങിയിട്ടില്ല. അത് അതിൻ്റെതായ നിലയിൽ ശക്തിയോട് സർവ്വജനത്തിൻ്റെയും മധ്യേ താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ധാരാളം പ്രാവശ്യം നാളുകൾ, ദിവസങ്ങൾ കൊറോണയെക്കുറിച്ച് ചിന്തിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു സാധാരണ സംഗതിയായി നമ്മുടെ ഹൃദയങ്ങളിൽ തരം താഴ്ന്നിട്ടുണ്ടോ എന്ന്, അതിൻ്റെ ഭയത്തെയും ഭീകരതയെയും കുറിച്ച് കുറവുള്ളവരായിത്തീരുന്നുവോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാൽ അതിനോട് ബന്ധപ്പെട്ടും അതുമായി അനുബന്ധമായും അനേക സംഭവങ്ങൾ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമുദ്രത്തിൻ്റെ അടിയിൽ ചുഴലിക്കാറ്റുണ്ടായിട്ട് വളരെ ജലം മുകളിലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം കണ്ടു. ദൂരപ്രദേശങ്ങളിൽ മഞ്ഞുവെട്ടുകൾ നിറം മാറി കാണുന്ന സന്ദർഭങ്ങൾ. ഏതാണ്ട് 10 സ്റ്റേറ്റുകളിലോളം വെട്ടുകിളിയുടെ ആക്രമണങ്ങളാൽ മനുഷ്യൻ കൃഷിനാശങ്ങൾ സംഭവിച്ചിരിക്കുന്ന അവസ്ഥകളെ കുറിച്ചും പ്രാദേശികമായ നിലയിൽ ചില പകർച്ചവ്യാധികൾ നമ്മുടെ കേരളത്തിലും വിവിധ സ്ഥലങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും സാമ്പത്തികമായ മാന്യതകളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ആകുലതകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും
മനുഷ്യരുടെ ഇടയിൽ സർവ്വസാധാരണമായി തീർന്നിരിക്കുന്നു. അപ്പോൾ തന്നെ പ്രളയത്തിന്റെ കെടുതിയുടെ ആശങ്കകൾ വിട്ടുമാറാതെ വളരെയധികം ശക്തമായ നിലയിൽ പ്രളയം കേരളത്തിൽ ഉണ്ടാകുമെന്ന് വീണ്ടും നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 18-19 വർഷങ്ങളിൽ ഉണ്ടായതുപോലെ 20-ാം ആണ്ടിലും സംഭവിക്കുന്നുവെങ്കിൽ നമ്മുടെ കേരളവും മറ്റ് സ്റ്റേറ്റുകളും രാജ്യങ്ങളും അതിന്റെ ഭീതിയുടെ അനുഭവത്തിൽ കൊടുങ്കാറ്റുകളുടെയും അവസ്ഥകളിൽ കഴിഞ്ഞുകൂടുന്നതായി നമുക്ക് അറിയുവാൻ കഴിയുന്നു. ഇവയെല്ലാം ഉണ്ടാകുന്നത് യാദൃച്ഛ്യമായിട്ടല്ല, പിന്നെയോ ദൈവത്തിന്റെ പ്രോഗ്രാമിൽപ്പെട്ടതാകുന്നുവെന്ന് വിശുദ്ധ തിരുവചനം വളരെ വ്യക്തമായി സംസാരിച്ചിരിക്കുന്നു. ഞാൻ മുന്നമേ ഉള്ള ദിവസങ്ങളിൽ സംസാരിച്ചതുപോലെ 2 പ്രധാന കാര്യമാണ് നമ്മുടെ ജീവിതത്തിന് മുമ്പിലുള്ളത്. ഒന്ന് അതിജീവനത്തിന്റെ മാർഗം, അതിന്റെ ആകുലതകൾ. എന്നാൽ കൂടുതൽ പ്രാധാന്യം നാം കൊടുക്കുന്നത് അതിജീവനത്തിന്റെ ആകുലതയ്ക്കാണ്. അതിന്റെ ആകുലതകൾ മനുഷ്യനെയും ഭരിച്ചുകൊണ്ടിരിക്കുകയും തീവ്രമായ നിലയിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വാസ്തവമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നുവെന്ന് ഓർത്ത് തലകളെ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ എന്ന് വളരെ വ്യക്തമായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കപ്പെടുമ്പോൾ ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാത്തിനും ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രന് മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിനും സദാകാലവും ഉണർന്ന് പ്രാർത്ഥിച്ചുകൊള്ളി. ഇവിടെ വിജയകരമായ നിലയിൽ ധന്യമായ നിലയിൽ നാം ആയിത്തീരുവേണ്ടതിന് പ്രത്യേകമായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് സദാകാലവും ഉണർന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ ഉണർന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉറക്കം ഇല്ലാത്തവരായോ പൽക്കാലം വിശ്രമത്തിന് അവസരം വേർതിരിക്കാതെയോ പ്രാർത്ഥിക്കുക എന്നുള്ള നിലയിലല്ല. ഇവിടെ ഉണർന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വിഷയത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും സാഹചര്യം സന്ദർഭവും സമയവും എന്താകുന്നുവെന്ന് ഗ്രഹിച്ച് മനസ്സിലാക്കി അതിനൊത്തവണ്ണം പ്രതികരിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഉണർന്ന് പ്രാർത്ഥിക്കുക എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ തിരുവചനത്തിൽ വായിക്കപ്പെടുന്നത് കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ട് വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന 2 ഭാഗങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം, മത്തായി സുവിശേഷം അതിന്റെ 24-ാം അധ്യായം. ഈ 2 അധ്യായങ്ങളിലും നാം ശ്രദ്ധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിൽ 2 ആമുഖങ്ങളെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവായ യേശുവിന്റെ 2ാമത്തെ വരവിൽ 1-ാമത്തെ ആമുഖം മധ്യാകാശത്തിൽ മേഘപ്രത്യക്ഷത അല്ലെങ്കിൽ മധ്യാകാശത്ത് വരിക. അതിന്റെ ലക്ഷ്യം വിശുദ്ധ തിരുസഭയെ ചേർക്കുക എന്നുള്ളതാണ്. തിരുവചനം വായിക്കപ്പെടുമ്പോൾ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി ചേർന്ന് സംഭവിക്കും. അങ്ങനെ ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരത്തിനായി കാൽവരിയിൽ മരിക്കുകയും ആ മരണത്താണെന്ന് വിശ്വസിച്ച് അന്ന് മുതൽ കർത്താവായ യേശുക്രിസ്തു മേഘത്തിൽ തന്റെ സഭയെ ചേർപ്പാൻ കടന്നു വരുന്ന ആ സമയം വരെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ രക്ഷാപദ്ധതിയിൽ പ്രതീക്ഷിച്ച് ദൈവസേന പ്രത്യാശയോട് കാത്തിരിക്കുന്ന ദൈവജനത്തിന്റെ ആകെ തുകയാണ് ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ യഹൂദനെന്നില്ല, യവനെന്നില്ല, സർവരും അതിൽപ്പെടുന്നവരാണ്. നാം കൃത്യമായി ശ്രദ്ധിക്കുമ്പോൾ
വേദപുസ്തകത്തിൽ പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് മതങ്ങൾ, ഒന്ന് യഹൂദനും രണ്ട് യവനും. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു സംഗമമാണ് വിശുദ്ധ സഭ. സർവഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ദൈവത്തിനായി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് വിശുദ്ധ സഭ, എക്ലീഷ്യ. ദൈവത്തിന് പ്രത്യേക ഉദ്ദേശത്തോടെ പ്ലാനോടുകൂടി യേശുക്രിസ്തുവിനെ പട്ടമഹർഷിയായി, യേശുക്രിസ്തുവിന്റെ മണവാട്ടിയായി മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന നിലയിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിന്റെ പ്ലാനിൽപ്പെട്ട ഒരു കൂട്ടമാണ് വിശുദ്ധ സഭ. അത് സകല ജാതികളിൽപ്പെട്ടവരും അതിനകത്ത് ഉൾപ്പെടുന്നുവെന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ കാലഘട്ടമാണ് കൃപായുഗം. ആ കൃപായുഗമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൃപായുഗത്തിന്റെ അന്ത്യം ക്രിസ്തുവിന്റെ വരവാണ്. അങ്ങനെയെങ്കിൽ ചിലർ ചോദിക്കാറുണ്ട്, ഞാൻ നേരത്തെ സംസാരിച്ചതാണ്, ലോകാവസാനമാണോ? ലോകാവസാനമാണ്. ലോകാവസാനം ഉടനെ സംഭവിക്കുകയില്ല. തിരുവചനത്തിൽ വ്യക്തമായി പറയുന്നത് യുഗാവസാനമാണിത്. കൃപായുഗത്തിന്റെ അവസാനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ കൃപായുഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഏതൊരു പാപിക്കും തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ പാപത്തിന് പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ചുവെന്നും അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ പിതാവിന്റെ വലതുഭാഗത്ത് എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നുവെന്നും താമസമില്ലാത്ത വിശുദ്ധന്മാരെ ചേർപ്പാൻ മേഘത്തിൽ വരുമെന്നും വിശ്വസിക്കുന്ന വിശ്വാസമാണ് അതേ ക്രിസ്തീയ വിശ്വാസം. ആ വിശ്വാസത്തിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ ചേർപ്പാൻ അവന്റെ രണ്ടാമത്തെ വരവിന്റെ ഒന്നാമത്തെ അമുഖമായിരിക്കുന്ന നിലയിൽ മേഘത്തിൽ യേശു വെളിപ്പെടും. അങ്ങനെയെങ്കിൽ ഈ കൃപായുഗത്തിന്റെ അന്ത്യം യേശുവിന്റെ മേഘപ്രത്യക്ഷതയോടുകൂടി അവസാനിപ്പാൻ ഇടയായി തീരുമെന്ന് വിശുദ്ധ രേഖയിൽ രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തെ വരവിന്റെ രണ്ടാമത്തെ ആമുഖം യേശുക്രിസ്തുവിന്റെ ഒലിവുമലയിലേക്കുള്ള വരവാണ്. യേശുക്രിസ്തുവിന്റെ ഒലിവുമലയുടെ വരവ് ഒന്നാമതായി അവിടുന്ന് ലോകത്തിൽ കടന്നു വന്ന ഒലിവുമലയിൽ കയറി പ്രഭാഷണം ചെയ്തു. ഇനിയും ഒലിവുമലയിലേക്ക് യേശു രണ്ടാമതും വരും. അതിന് തെളിവുകളുണ്ട്. ലോകശാസ്ത്രജ്ഞന്മാർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒലിവുമലയിൽ ടൂറിസ്റ്റ് കേന്ദ്രം പണിയുവാനായിട്ട് ആഗ്രഹിച്ചു. അവരതിനു വേണ്ടി മലയുടെ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഒലിവുമലയുടെ അന്തർഭാഗത്ത് വെള്ളം വീണിരിക്കുന്നെന്നും ഏത് സമയവും ആ മല പിളർക്കുവാൻ സാധ്യതയുണ്ടെന്നും ശാസ്ത്രലോകം കണ്ടുപിടിച്ചത് കൊണ്ട് ഒലിവുമലയുടെ മുകളിൽ വേണ്ട പോലെ ടൂറിസ്റ്റ് കേന്ദ്രം അവർ പ്രതീക്ഷിച്ച വലിയ കെട്ടിടങ്ങൾ വെക്കുവാൻ ഇടയായില്ല. എന്താണ് കാണിക്കുന്നത്? യേശുക്രിസ്തു ഒലിവുമലയിൽ കാലിയൗട്ടുമ്പോൾ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി ഭാഗിക്കുമെന്ന് സക്കറിയാ പ്രവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അതതുപോലെ സംഭവിക്കും. എന്റെ വചനങ്ങളോ ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ മാറിപ്പോകയില്ല എന്നിരിക്കുന്ന ഈ ഉദ്ധരണികളിലൂടെ അത് സ്ഥിരീകരിക്കുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു യഹൂദരോടുള്ള ബന്ധത്തിൽ സഭ എടുത്തുകൊള്ളപ്പെട്ട ശേഷം 7 വർഷത്തിന് ശേഷം കടന്നു വരുവാനിടയാകും. അങ്ങനെയെങ്കിൽ സഭ എടുത്തുകൊള്ളപ്പെട്ട ശേഷം 7 വർഷം തികയുന്ന ആ സന്ദർഭത്തിൽ ഒലിവുമലയിൽ കടന്നു വരുന്നത് കൊണ്ട് സഭയുടെ എടുത്തുകൊള്ളപ്പെട്ടതിനു ശേഷം യഹൂദന്മാർക്ക് അത് വ്യക്തമായി നിർണയമായി കണക്കൂട്ടുവാനായിട്ട് കഴിയും. ഇതൊക്കെ സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് മത്തായി സുവിശേഷം 24-ലും ലൂക്കോസ് 21-ലും പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. ആ തലമുറ ഏതാണെന്ന് ചോദിച്ചാൽ അബ്രഹാമിന്റെ തലമുറ, അബ്രഹാമിന്റെ സന്ധിയെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ ചിലതൊക്കെ കണ്ട് ചില സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ചില സംഭവങ്ങൾ മശിയ അവന്റെ ജീവിതത്തിൽ നിന്ന് തള്ളപ്പെടുന്നതിന് പരിഹാരമായി, അതിന്റെ പ്രതികാരമായി സംഭവിക്കുന്നുവെന്ന്
മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഈ തലമുറ ഒഴിഞ്ഞു പോകുകയുള്ളൂ. യേശുവിന്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് പീലാത്തോസ് യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ രാജാവ് ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ രാജാവല്ല, കൈസറാണെന്ന് പറഞ്ഞ് യേശുവിനെ അവർ തള്ളി പറഞ്ഞു. അത് മാത്രമല്ല, കൊലപാതകനായ ബർബാസിനെ ഞങ്ങൾക്ക് സാന്ദ്രമാക്കി തരണം, യേശുവിനെ ക്രൂശിക്കണമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കൈയില്ല, എനിക്ക് കാര്യമില്ല എന്ന് പറഞ്ഞു വെള്ളമെടുത്ത് കൈ കഴുകി അവരുടെ മുമ്പിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചു. അവർ പറഞ്ഞു, അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞു അവന് എതിരായി ആർത്തു. അപ്പോൾ യഹൂദന്മാർ പീലാത്തോസ് ഈ രംഗത്തിൽ എനിക്ക് ഓഹരിയില്ല, അവകാശമില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, അവന്റെ രക്തം ഞങ്ങളുടെ പേരും ഞങ്ങളുടെ സന്ധിയുടെ പേരും വന്നു കൊള്ളട്ടെന്നാണ്. അങ്ങനെയെങ്കിൽ ചിലതൊക്കെ സംഭവിക്കാതെ ആ തലമുറ ദൈവത്തിന്റെ അധികാരത്തിന് ദിവസം കാണാതെ ആ തലമുറ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയില്ല. എന്നാൽ ഇവിടെ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോടായി അവരാൽ നയിക്കപ്പെടുന്ന ജനത്തിന് വേണ്ടി പറഞ്ഞ കാര്യമെന്ന് ചോദിച്ചാൽ വാസ്തവമാണ്. അത്തിയെ നോക്കി ഒരു രൂപം പഠിപ്പി, അതിന് കൊമ്പിളതാകുമ്പോൾ വേരുകൾ അടുത്തിരിക്കുമെന്ന് നിങ്ങൾ പറയുന്നില്ലയോ? അങ്ങനെ ഇത് കാണുമ്പോഴൊക്കെ മനുഷ്യപുത്രന്റെ വരവ് അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ കാണണം. അതെന്താണ് അതിന്റെ വിവരണത്തിലൂടെ നാം മനസ്സിലാക്കുന്ന ചോദിച്ചാൽ, അത്തി എന്തിനെ കാണിക്കുന്നു? കഴിഞ്ഞൊരു പ്രഭാഷണത്തിന് ഞാൻ ഓർമ്മിച്ചതാണ്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ 3 സസ്യലോകത്തിലെ 3 സസ്യങ്ങളെ ഊമിച്ചിട്ടുണ്ട്. അത്തി, ഒലുവ, മുന്തിരിവള്ളി. മുന്തിരിവള്ളി ഇസ്രായേലിന്റെ ആത്മീയതയെ വെളിപ്പെടുത്തുവാനും അത്തി ഇസ്രായേലിന്റെ രാഷ്ട്രീയ തണുപ്പിനെയും ഒലുവ അവന്റെ സമ്പദ് വ്യവസ്ഥയെയുമാണ് കാണിക്കുന്നത്. ഒലുവ ധാരാളമുള്ള സ്ഥലമാണ് പലസ്തീൻ. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്ന അത്തി എന്ന് പറയുന്നത് അക്ഷരീയമായ അത്തി തന്നെയാണ് യേശു ചൂണ്ടിക്കാണിക്കുന്നത്. അത് തണുക്കുമ്പോൾ വേദനടുക്കുന്ന പോലെ ഇസ്രായേലാകുന്ന അത്തി ഒരു രാഷ്ട്രം രൂപീകരിച്ച് ഒരു രാഷ്ട്രീയമായി അവർ വെളിപ്പെട്ടു വരുമ്പോൾ അവർ പൂർണ്ണമായി ദൈവവും മനുഷ്യരും അവരെ ഒരു കൂട്ടമായി അംഗീകരിക്കുമ്പോൾ അതിനു മുമ്പായിട്ട് ആ അവസ്ഥയിൽ തന്നെ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരണം. 1914 ജനറൽ അലംബിയുടെ നേതൃത്വത്തിൽ അവർക്ക് ഒരു രാഷ്ട്രം രൂപീകരണം പ്രാപിപ്പാൻ പുനർ നിർമ്മാണം നടത്തുവാൻ ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് ചില വർഷങ്ങൾ മുമ്പോട്ട് വന്നിരിക്കുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. താമസമിന ആ രാജ്യം യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ക്രിസ്തുവിന്റെ വരവ് ഏത് സമയവും സംഭവിക്കാം. പിന്നെ എന്തുകൊണ്ടാണ് സംഭവിക്കാതിരിക്കുന്നത്, വരാതിരിക്കുന്നത്? ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം ഓർമ്മിച്ചല്ലോ, പത്രോസ് പറയുന്നുണ്ട്, എല്ലാവരും എല്ലാ കാലത്തും മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ചിട്ട് കർത്താവ് വരാൻ താമസിക്കുന്നു. ആരെങ്കിലും ഒരു വ്യക്തി പോലും കൈവിടാതെ എല്ലാവരും കർത്താവിന്റെ വരവിൽ കാണണമെന്നുള്ള പ്രതീക്ഷയോട് ദീർഘക്ഷമയോടെ അവൻ കാത്തിരിക്കുന്നുവെന്ന് പത്രോസ്ലീഹ 2-ാം ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവൻ വരുവാൻ താമസിക്കുകയില്ല. യേശുവിന്റെ വരവിനോടനുബന്ധമായി ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും.
ജാതിപരമായ വർഗീയ ചിന്താഗതികൾ മനുഷ്യന്റെ ഇടയിൽ വർദ്ധിക്കും. യുദ്ധങ്ങൾ ഉണ്ടാകും, യുദ്ധശ്രുതികൾ ഉണ്ടാകും, ക്ഷാമങ്ങൾ ഉണ്ടാകും, ഭൂകമ്പങ്ങൾ ഉണ്ടാകും. അതിന്റെ ഒരു കേളിരംഗങ്ങളിലേക്ക്, അതിന്റെ ഒരു വലിയ രംഗങ്ങളിലേക്ക് ഭൂമി കടന്നു വന്നിരിക്കുകയാണ്. ലോക ചരിത്രത്തിൽ മഹാമാരിയോട് ബന്ധപ്പെട്ട് എഴുതി ചേർക്കേണ്ട ഏറ്റവും വലിയൊരു നിർണായകമായ വർഷമാണ് 2020 അല്ലെങ്കിൽ 2020 ആണ്ടിന്റെ ഈ പ്രാരംഭ മാസങ്ങൾ. ഇനി ലോകം ധാർമ്മികമായിട്ടുണ്ടെങ്കിൽ തലമുറയുടെ ഇടയിൽ എഴുതി ചേർക്കേണ്ട മാസങ്ങളാണ്, ദിവസങ്ങളാണ് ഈ ഒരു വർഷം. അങ്ങനെയെങ്കിൽ ഇതെല്ലാം എന്തിനെ കാണിക്കുന്നു? യേശു ക്രിസ്തുവിന്റെ വരവ് അതിനെ താമസിക്കാതെ വ്യക്തമാകുന്നുവെന്ന് അതിനെ വ്യക്തമായി വിളിച്ചറിയിക്കുവാൻ വേണ്ടിയാക്കിയും. അതുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ നിരയാത്തതാഴിയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വരവ്, രണ്ടാമത്തെ വരവിന്റെ ഒന്നാമത്തെ ആമുഖമായി മേഘത്തിൽ വരുന്ന തന്റെ സഭയെ ചേർപ്പാൻ വരുന്ന വരവ് നിനയാത്ത താഴെയിലാണ്. അതിനെക്കുറിച്ച് ഈ അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും എന്റെ വചനം ഒഴിഞ്ഞു പോകുകയില്ല, അത് നിവർത്തിക്കപ്പെടും. എന്നാൽ യേശുവിന് വരവിനോടുള്ള ബന്ധത്തിൽ പറയുന്നു, ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാർ പോലും പുത്രനും കൂടി അറിയുന്നില്ല. എന്തുകൊണ്ടാണ് പുത്രനെ യേശുവിന്റെ രണ്ടാമത്തെ വരവ് എന്താണെന്ന് അറിയിക്കാത്തതെന്ന് ചോദിച്ചാൽ, പുത്രന്റെ ഹൃദയം തന്റെ സഭയാകുന്ന മണവാട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സഭാജനത്തിന്റെ കണ്ണീരും വേദനയും കാണുമ്പോൾ അവരുടെ നിർബന്ധ ബുദ്ധിയുടെ മുമ്പിൽ യേശു ആ രഹസ്യം വെളിപ്പെടുത്തും. അതുകൊണ്ട് പിതാവ് മാത്രമേ ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയെ കുറിച്ച് അറിയുള്ളൂ. എന്നാൽ ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷ കഴിഞ്ഞ് രണ്ടാമത്തെ വരവിന്റെ രണ്ടാം ഭാഗവുമായിരിക്കുന്ന ഒരു മലയിലെ വരവ് മേഘപ്രത്യക്ഷ കഴിഞ്ഞ് കറക്റ്റ് 7 വർഷം കണക്കൂട്ടിയാൽ മതി, യഹൂദന് വ്യക്തമായി മനസ്സിലാകും. അങ്ങനെയെങ്കിൽ നാളും നാഴികയും ദൈവത്തിനെ പോലും അറിയിക്കാതെ വരുന്നു. യേശു വരുന്ന വരവിനെ കുറിച്ച് ഇവിടെ യേശു തന്നെ പറയുന്നു, കള്ളൻ രാത്രിയിൽ വരുന്ന പോലെ നാളും നാഴിക മര്യാദയാൽ ഉണർന്നിരിക്കണം. കള്ളൻ രാത്രിയിൽ വരുന്ന പോലെ അവൻ വരുന്നുവെന്ന് പറയുന്നു. കള്ളൻ വരുന്ന സമയം അറിഞ്ഞിരുന്നെങ്കിൽ ഉണർന്നിരുന്ന് അവന്റെ വരവ് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് വരും. എന്നാൽ യേശുവിന്റെ വരവ് 2 കാര്യമാണ് വെളിപ്പെടുത്തുന്നത്. അവനെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് സന്തോഷവും, അവനെ ലക്ഷ്യമാക്കാത്ത പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും വലിയ ദുരന്തവുമായിരിക്കും. ഭൂമി കാണാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം 3 ലക്ഷം ചെല്ലുവാനും ഏതാണ്ട് 4 ലക്ഷത്തോടടുക്കുന്ന നിലയിൽ ഭൂപരപ്പിൽ നിന്ന് 3 മാസം കൊണ്ട് ആളുകൾ മാറ്റപ്പെട്ടു, ഇനി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതല്ല ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം. അതിനേക്കാൾ വലിയൊരു ദുരന്തമുണ്ട്. യേശുവിന്റെ വരവ് തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് സന്തോഷവും പ്രത്യാശയും അവരുടെ പ്രതീക്ഷയും അവരുടെ രൂപാന്തരവുമാണ്. എന്നാൽ അല്ലാത്തവർക്കോ, കൈവിടപ്പെട്ടു പോകുന്നവർക്കോ വലിയൊരു ദുരന്തമായിരിക്കും. യേശുവിന്റെ വരവിൽ നാം പ്രതീക്ഷിക്കുന്ന പലരും കാണുകയില്ല, നാം പ്രതീക്ഷിക്കാത്ത പലരും അവിടെ കാണും. മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുമ്പന്മാരുമായി തീരും. യേശുവിന്റെ വരവിൽ ആ നാൾ നിങ്ങളെ കള്ളനെന്ന പോലെ പിടിക്കാതിയാൽ നിങ്ങൾ ഉണർന്നിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. ആ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുരന്തമായി തീരാതിരിക്കാൻ ദൈവസേനയിൽ യാഗിതമായിരിക്കണം. അത് സർവഭൂമിയിലുള്ള ജനതയ്ക്ക് ഒരു ദുരന്തമാണ്. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിനും സദാകാലവും ഉണർന്ന് പ്രാർത്ഥിക്കണം. സദാകാലവും
ഉണർന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു വരുമ്പോൾ അവനെ പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥയിലായിത്തീരണം. തിരുവചനത്തിൽ യോഹന്നാന്റെ ലേഖനത്തിൽ, അതിന്റെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ, കാണുന്ന ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകയാൽ അവനോട് സദസ്യന്മാരാകുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ഭാഗപ്രകാരമാണ് കാണുന്ന ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ഇനി അടുത്ത ശ്രദ്ധിക്കൂ. അപ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ കാണുന്നതുകൊണ്ട് അവനോട് സദസ്യന്മാരാകും. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭത്തിൽ മേഘത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ താനായിരിക്കുന്നത് പോലെ അവന്റെ ദേശത്തോടുകൂടെ അവനെ കാണുന്നതാകയാൽ അവനോട് സദസ്യന്മാരാകും. യേശു മേഘത്തിന് മറഞ്ഞു പോകുമ്പോൾ ഒരു മലയിൽ ശിഷ്യന്മാർ കാണുക ഉയർത്തുന്ന സ്വർഗാരോഹണം ചെയ്തു പോയപ്പോൾ ശിഷ്യന്മാരെല്ലാവരും യേശുവിന്റെ പോക്കിനെ കണ്ടുകൊണ്ട് അവർ ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞു, അല്ലയോ ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തു പോയ യേശു പോകുന്ന പോലെ അവൻ വീണ്ടും വരും. അങ്ങനെയെങ്കിൽ യേശു പോകുന്നത് കണ്ടതുപോലെ യേശു വരുന്നത് കണ്ണാലെ കാണുവാൻ ഇടയാകുമ്പോൾ, യേശുവിനെ നോക്കുമ്പോൾ, യേശുവിനെ കാണുമ്പോൾ, അവന്റെ തേജസ് കാണുമ്പോൾ ആ വ്യക്തിയിൽ, ആ കാഴ്ചയുടെ മുമ്പിൽ ആ വ്യക്തി രൂപാന്തരം സംഭവിക്കും. കാണാത്തവരെല്ലാം തള്ളപ്പെട്ടു പോകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ പ്രതീക്ഷയോടെ കർത്താവിനെ വരവിനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെന്ന് അഭിമാനിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. യേശു പ്രത്യക്ഷമാകുന്ന നിമിഷങ്ങളിൽ അവനെ കാണുന്നെങ്കിൽ മാത്രമേ രൂപാന്തരം പ്രാപിക്കുകയുള്ളൂ. ഏലിയാവ് സ്വർഗാരോഹണം ചെയ്തു പോകുമ്പോൾ ചുഴലിക്കാറ്റ് വന്ന് വേർപെടുത്തുന്നതിന് മുമ്പ്, ഞാൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് നിനക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഇരട്ടി ശക്തി വേണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. അപ്പോൾ പറഞ്ഞത് അത് അസാധ്യമായ കാര്യം, എങ്കിലും ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നു, നീ കാണുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കും. യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ മഹത്വത്തോടുകൂടി അവനെ കാണുന്നാകയാൽ അവനോടുകൂടെ രൂപാന്തരപ്പെടും. ആ കാണാത്ത അവസ്ഥ വരുന്നാൽ അപകടകരമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സംഭവിക്കാനുള്ള ഏറ്റവും വലിയ സംഭവം യേശുവിന്റെ വരവാണ്. ആ ലോകത്തിന് ഭയകരമാണ്. അന്ന് വിശുദ്ധന്മാരായ പൈലറ്റുകൾ, സ്തോത്രം, അവരെടുത്തുകൊള്ളപ്പെട്ടാൽ ധാരാളം ഫ്ലൈറ്റുകൾ നിലംപത്തും, ധാരാളം ആളുകൾ മരിക്കും. ട്രെയിൻ ഡ്രൈവർ അവരെ എടുത്തുകൊള്ളപ്പെട്ടാൽ ട്രെയിൻ തകർന്നു പോകും. അന്ന് ഓടിക്കുന്ന വാഹനത്തിലുള്ളവർ, ഡ്രൈവേഴ്സ് എടുത്തുകൊള്ളപ്പെട്ടാൽ വാഹനങ്ങൾ തകർക്കപ്പെടും. അങ്ങനെയെങ്കിൽ യേശുവിന്റെ വരവ് ലോകത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഭീതിജനമായ ഒരു ദിവസമാണ്. ഒരു കൂട്ടർക്ക് അത് മനോഹരമായിരിക്കും. അതുകൊണ്ടാണ് തിരുവനന്തപുരം പറഞ്ഞ കാവൽക്കാരാ കാവൽക്കാരാ രാത്രി എന്തായി എന്ന പ്രവാചക ശബ്ദം. അതിന് മറുപടി ഒരു രാത്രിയും പകലും വരുന്നു. ഒരു കൂട്ടർക്ക് ഭീതിജനമായ രാത്രിയും മറുകൂട്ടർക്ക് ഉയർപ്പിന്റെ സുപ്രഭാതവുമായിരിക്കും. ആകയാൽ ആ മഹോത്തരമായ ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ നാം ക്രിസ്തുവിനോടുകൂടെ വെളിപ്പെടണം എന്നുള്ള പ്രതീക്ഷയോടെ നാം കാത്തിരിക്കണം. പ്രിയമുള്ളവരെ, ഈ കൊറോണ രോഗങ്ങളും ക്ഷാമങ്ങളും ഭൂമങ്ങളും എല്ലാം നാം പ്രതീക്ഷിച്ച് അതിൽ നിന്ന് അതിജീവിക്കുവാൻ, അതിജീവനത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ട് പ്രതീക്ഷിച്ച് പരിശ്രമിക്കുന്ന പോലെ അതിനേക്കാൾ ഉപരി യേശുവിന്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരുന്ന് പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും ഈ അവസരം ഞാൻ നിങ്ങളെ ആഹ്വാനിച്ചതുകൊണ്ട് അവന്റെ വരവിൽ നമുക്ക് മുന്നേറാം. അവന്റെ വരവിനായി നാം പ്രതീക്ഷിക്കാം. അവന്റെ വരവിൽ നമുക്ക് പ്രത്യക്ഷപ്പെടാം എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്ക് വിസ്മരിക്കുന്നു. ഈ വചനങ്ങളെ കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അനുഗ്രഹമായ നിമിഷത്തിൽ ദൈവത്തിന്റെ വചനം കേൾപ്പാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കിയല്ലോ. വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളെ വീക്ഷിച്ച് എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇതിന് ശേഷം യൂട്യൂബിലും
മറ്റ് ഗ്രൂപ്പുകളുമായി ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനങ്ങൾ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സാഹചര്യമില്ലാതിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ ഈ മാധ്യമത്തിലൂടെ ദൈവജനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആശ്വാസത്തിന് കാരണമാണ്. ആമേൻ. ഒരുമിച്ച് കൂടി വരുവാനുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കട്ടെ. ഈ രോഗ കെടുതിയെ ദൈവം തന്നെ നിയന്ത്രിച്ച് നമുക്ക് ദൈവമക്കൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള സാഹചര്യം ഒരുക്കുവാൻ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗനാഥ പിതാവേ, അല്പസമയം ദൈവത്തിന്റെ വചനം കേൾവിക്കായി ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. ഈ മാധ്യമത്തിലൂടെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്റ്റേറ്റുകളിൽ ഇരുന്ന് ദൈവവചനം കേൾപ്പാൻ, ആമേൻ, വിവിധ പട്ടണങ്ങൾ ഗ്രാമങ്ങളിൽ ദൈവത്തിന്റെ വചനം കേൾപ്പാൻ ദൈവം ഒരുക്കുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. തുടർമാനം ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ആത്മീയ ധൈര്യത്തിന് വിടുതലിന് കാരണമായി തീരണമേ. അവിടുത്തെ കൃപയും അവിടുത്തെ സാന്നിധ്യവും ഇന്ന് പകൽ ഞങ്ങൾ അനുഭവിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവിധമായ ഞങ്ങളുടെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവെ, തുടർമാനം ഈ വചനം ഇതിന് ശേഷം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ആത്മീയ ചൈതന്യത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആമേൻ, ഹല്ലേലൂയ. രോഗികളായിരിക്കുന്ന, ഭാരത്തോടെ ആയിരിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവര് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ആമേൻ വിളിച്ച് അവരുടെ പ്രാർത്ഥനാ വിഷയം അറിയിപ്പാൻ ഇടയായിട്ടുണ്ടല്ലോ. അവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരായി, ആമേൻ, ഭാവി സംബന്ധമായ വിഷയത്തിൽ ഭാരപ്പെടുന്നവരായി, അതുപോലെ തന്നെ ആമേൻ കൊറോണ വൈറസിൽ ഭാരപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ ക്വാറന്റൈനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവത്തിന്റെ പ്രത്യേക വിടുതൽ അവരുടെ മേൽ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ സമസൃഷ്ടങ്ങൾ, ലോകത്തിന്റെ സമസ്ത അറുതികളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ സ്നേഹിതന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവീയ സംരക്ഷണങ്ങൾ നിന്റെ ജനത്തിന്മേൽ ദൈവം ഉളവാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാഹചര്യങ്ങളെല്ലാം അതിൻ്റെതായ ശാന്തതയിലും സമാധാനത്തിലുമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ. വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനുള്ള മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കണമേ. പോട്ട സാഹചര്യ വ്യതിയാനം ഒഴിവാക്കി ദൈവമക്കൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവ അവസരം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂലോകം ചെതിരിപ്പാർക്കുന്ന സമസ്ത വിശുദ്ധന്മാർ, അവരുടെ ആത്മീയ കൂട്ടായ്മകൾ കൂടി വരപോലെ ദൈവം അനുഗ്രഹിക്കുന്ന വിശുദ്ധന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൃശ്യ മാധ്യമ മേഖലകളിൽ വിവിധ മാധ്യമങ്ങളിലൂടെ ദൈവജനം ഘോഷിക്കപ്പെടുന്ന ഈ സമയങ്ങളിൽ ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തരണമേ. ദൈവം ഞങ്ങളോട് കൂടിയിരിക്കും. സമസ്ത വിശുദ്ധ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടും സഹവാസം നാം പ്രാർത്ഥിഷ്യങ്ങളിലും ഇല്ലായിൽ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവന്മേലും, തുടർമാനം ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവന്മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത വെള്ളിയാഴ്ചയും അടുത്ത ഞായറാഴ്ചയും ഇതേപോലെ ഓൺലൈനിൽ മീറ്റിംഗ് ഉണ്ടാകും. അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് സൂം മീറ്റിംഗ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനോടുള്ള ബന്ധത്തിൽ നടത്തപ്പെടുന്നുണ്ട്. ഇതിന്റെ താഴ്ഭാഗത്ത് എൻ്റെ ID നമ്പർ അറിയിക്കാം. പ്രാർത്ഥനയ്ക്ക് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളോട് ജോയിൻ ചെയ്യുവാൻ ഇടയായി തീരാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്താൽ നാം സംരക്ഷിക്കപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.